അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് മുസ്ലിം കല്യാണങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? എന്നാൽ മുസ്ലിം കല്യാണങ്ങളിൽ ഇനി വരാൻ പോകുന്ന പുതിയ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് കണ്ടോ, കിടിലൻ ട്രെൻഡാണ് വരാൻ പോണത്. ഇത് ട്രെൻഡാകും, ഇത് അടിപൊളിയാകും, ഇത് വൈഭവം എന്നൊക്കെയാണ് പിള്ളേർ കമൻസിൽ പറയുന്നത്. ഏതായാലും ആ മുസ്ലിം കല്യാണത്തിൽ വരാൻ പോകുന്ന പുതിയ സംഗതി ഒന്ന് കണ്ടു നോക്കിക്കേ. മുസ്ലിം കല്യാണത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആവാൻ പോകുന്ന പുതിയ ഐറ്റാണ് കേട്ടോ. തക്കപ്പനുള്ളയും കെട്ടിപ്പിടുത്തൊക്കെ ട്രെൻഡ് പോയി, ഇനി ഭരിക്കാൻ പോകുന്ന ഐറ്റാണ് കേട്ടാ. ഈ ഐറ്റം എന്താ പറയാ, ഇനി നിങ്ങളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ടീംസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇനി കല്യാണ വീട്ടിൽ കാണാൻ പോകുന്ന മെയിൻ സാധനം ഇതായിരിക്കും കേട്ടാ. സംഗതി കൊള്ളാല്ലേ, അടിപൊളിയല്ലേ? പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ കല്യാണം നടക്കാനിരിപ്പുണ്ടെങ്കിൽ ഈ സംഗതികളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുന്നേ അടിപൊളിയാകും. പ്രത്യേകിച്ച് മുസ്ലിം കല്യാണം ഒന്ന് എടുത്തു പറഞ്ഞാൽ നന്നായി. കാരണം ലോകത്ത് ഇത്രയും തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു കൗമ വേറെ ഉണ്ടാവില്ല കല്യാണത്തിന്റെ പേരിൽ. അത് എടുത്തു പറഞ്ഞത് വളരെ നന്നായി. എന്താ ചെയ്യേണ്ടത് അവന്മാരെയൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ. ഇത് ചെയ്യണവന്മാരെ കുറിച്ചല്ല ഞാൻ പറയണത്, അവിടെ കിട്ടെ. ഇതൊക്കെ വീട്ടിൽ നടത്താൻ ചിന്തിക്കുന്ന വാപ്പായുമ്മായും ഉണ്ട്, ന്യൂജൻ പിള്ളേരുണ്ട്, നിസ്കരിക്കുന്ന മുസ്ലിം പേരും കൊണ്ട് നടക്കുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന കുറെ പിള്ളേരുണ്ട്. അവരൊക്കെ കൂടെ പല ആളുകളും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീന്റെ ദീനിലെ ഒരാരാധനയായ വിവാഹത്തിന്റെ അന്നാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പേരിലാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകളിൽ ഒരു 80% ജീവിതം തല്ലിപ്പിരിയാനുള്ള കാരണങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ആന്തരികമായ ഒരു കാരണം കിടപ്പുണ്ടാവും. അത് ഇത്തരം കല്യാണ പേക്കൂത്തുകളാണ്. അതെങ്ങനെയാണ് കല്യാണ പേക്കൂത്തുകൾ ജീവിതത്തിൻ്റെ ഒരു നല്ല വഴിയെ തകർത്ത് കളയുന്നത് എന്ന് നിങ്ങൾക്കറിയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്, സൂറത്തുർ റൂമിൽ, ഞാൻ പലതവണ ഓതിയിട്ടുള്ള ഒരു ആയത്താണ്. വമിൻ ആയാത്തിഹി എന്നാണ് പടച്ചോൻ പറയണേ. അള്ളാഹു കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്നാണ്. അതായത് ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരു തമാശയൊന്നുമല്ല, ഇത് പടച്ചോന്റെ ദൃഷ്ടാന്താണ് മക്കളെ. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ഒരടയാളമായി പടച്ച റബ്ബ്, അതിനു വേണ്ടിയുള്ള ഒരു അടയാളമായി അള്ളാഹു കാണിക്കുകയാണ് ഈ വിവാഹത്തെ. ആ വിവാഹത്തെ ഇങ്ങനെ പേക്കൂത്താക്കി മാറ്റാൻ എങ്ങനെ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് നമ്മൾ ഒരുപാട് കേട്ടതാണ്, അൻ നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ സുന്നത്താണ്, നിക്കാഹ് എന്റെ സുന്നത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നിക്കാഹ്? മയ്യത്ത് കട്ടില് പോലെ ഇങ്ങനെ ചെക്കനെയും പെണ്ണിനെയും ചുമന്നുകൊണ്ടുപോണ നിക്കാഹോ? അന്യ ആണിന്റെയും പെണ്ണിന്റെയും മുമ്പിൽ ഈ പറയുന്ന വധുവരന്മാർ ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്ന, പേക്കൂത്ത് കാണിക്കുന്ന ഈ നിക്കാഹാണോ മുത്തുനബിയുടെ സുന്നത്ത്? അല്ലെങ്കിൽ വിവാഹത്തിന്റെ പേരിൽ മിഠായി കൊടുക്കൽ എന്ന് പറയുന്ന ചടങ്ങ്, അതുപോലെ തന്നെ മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, എന്തെല്ലാം പേക്കൂത്തുകളാണ്. ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു സാധനം കണ്ടു, അരികുത്ത്. എന്താണ് ഇവളൊക്കെ ഈ കല്യാണത്തിന് മുമ്പ് നന്നായിട്ടൊന്ന് അരികുത്തിയിരുന്നെങ്കിൽ അത്യാവശ്യം എനർജിയെങ്കിലും ശരീരത്തിൽ കിട്ടിയേനെ കല്യാണത്തിന് മുമ്പ്, അല്ലേ? ഒന്നൊന്ന് ആരോഗ്യമുള്ളൊരു ജീവിതത്തിലേക്ക് കടക്കായിരുന്നു. ഇതൊരു പണി എടുക്കില്ല. കല്യാണത്തിന്റെ അന്ന് ഒരു ഒരലും കുറച്ച് അരിയും ഒരൊരക്കയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പെണ്ണ് കല്യാണ വേഷത്തിൽ നിന്ന് കുത്തുക, ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇന്ന് പാട്ട് പാടുക. അശ്ശേ, ഇതൊക്കെ കല്യാണം അടച്ചോനെ, എന്തെല്ലാം കോപ്രായങ്ങളാണ്. ഇത് ഗൗരവം എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അൻ നിക്കാഹ് മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ സുന്നത്താണ്. അപ്പൊ ഇതൊരു ആരാധനയാണ് മക്കളെ. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, പുണ്യനബിയുടെ സുന്നത്താണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്തിനാ ഈ കല്യാണം നമുക്ക് തന്നത്? എന്തിനാ തന്നത്? ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്? വമിൻ ആയാത്തിഹി എന്ന് പടച്ചോൻ പറഞ്ഞിട്ട് പിന്നെ പറയണത് എന്താണെന്നറിയോ? അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ളാഹ് ഇണയെ പടച്ചു എന്ന് പറഞ്ഞാൽ നീയും മനുഷ്യനാണ്, അവളും മനുഷ്യനാണ്, രണ്ടുപേരും മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരായ നിങ്ങൾക്കിടയിൽ എങ്ങനെ ജീവിക്കണം? മനുഷ്യരായി മനസ്സിലാക്കി ജീവിക്കണം. സിമ്പിളാണ്. നിന്നെ പോലെ ചിരിക്കാനും, നിന്നെ പോലെ കരയാനും, നിന്നെ പോലെ വേണ്ടി വന്ന ദേഷ്യപ്പെടാനും ഒക്കെ പറ്റുന്ന ആളാണ് നിന്റെ ഇണ, നിന്റെ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം അടിപൊളിയാകുന്നത്. അല്ലാതെ ഞാൻ മാത്രം ദേഷ്യപ്പെടും, ഞാൻ മാത്രം ചിരിക്കും, അവള് മിണ്ടാതിരുന്നോളാം, അവള് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ ദൃഷ്ടാന്തമായ ഒരു കല്യാണമല്ല, അള്ളാന്റെ ദൃഷ്ടാന്തമല്ല, അത് മുത്തുനബിയുടെ സുന്നത്തല്ല. അത് അള്ളാന്റെ ദൃഷ്ടാന്താകണമെങ്കിൽ അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. എന്നിട്ട് കുറച്ചും പറയുന്നുണ്ട് ലി തസ്കുനു ഇലൈഹ. എന്തിനാ കല്യാണം? മെയിൻ സംഗതി അവിടെ കിടക്കണേ. കല്യാണത്തിന് മുമ്പ് നിനക്ക് ലഭിക്കാതെ പോയ ഒരു സമാധാനം കല്യാണത്തോടുകൂടെ ലഭിക്കണം. നിന്റെ രോഗത്തിലും നിന്റെ ആരോഗ്യത്തിലും, നിന്റെ സങ്കടത്തിലും നിന്റെ സന്തോഷത്തിലും, നിന്റെ തളർച്ചയിലും നിന്റെ ഉയർച്ചയിലും, നിന്റെ ലാഭത്തിലും നിന്റെ നഷ്ടത്തിലും ഒരുപോലെ നിന്നോടൊപ്പം ഉണ്ടാകുന്ന ഒരു അത്താണി ഉണ്ടല്ലോ, അതിനാണ് കല്യാണം.
കല്യാണത്തിന് മുമ്പ് നിനക്ക് ലഭിക്കാതെ പോയ സമാധാനം കല്യാണത്തോടുകൂടെ ലഭിക്കണം. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന സമാധാനം കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളതും കൂടെ പോവാണ്. അതിൻ്റെ കാരണം എന്താ? സമാധാനം നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്നതല്ല. ചിലർ മനസ്സിലാക്കി പൈസ ഉണ്ടായാൽ സമാധാനം ഉണ്ടാവുന്നുണ്ട്. ചില മോട്ടിവേറ്റേഴ്സൊക്കെ ഒന്ന് പറയുന്നുണ്ട്, കയ്യിൽ പുത്തനുണ്ടെങ്കിൽ സമാധാനം തേടി വരും, ഒലക്ക വരും. എത്ര കോടീശ്വരന്മാർ എന്നെ വിളിച്ചിട്ട് ദുആ വസിയ്യത്ത് ചെയ്യുന്നുണ്ട്, ഉസ്താദെ ഉറക്കം കിട്ടണില്ല, സമാധാനമില്ല, മാരക രോഗാണ്, ഒന്ന് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ എത്ര മനുഷ്യന്മാരുണ്ട് ചങ്ങായിമാരെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കാര്യം? സമാധാനം മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് വായിച്ച ഒരു സംഗതി, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയ ഒരു വധുവും വരനും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, അവരിങ്ങനെ വിവാഹത്തിൻ്റെ ആനിവേഴ്സറിയുടെ അന്ന് പോയതാണ്. അവരിങ്ങനെ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, കുറച്ച് നേരം കണക്കൊക്കെ നോക്കിയിരുന്നു ഫുഡ് കഴിച്ചു. ഒന്നും അവർക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട്, ആ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് പണി നടക്കുകയാണ്. അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നായി അധ്വാനിക്കുന്നുണ്ട്. ഒരു സ്ത്രീ കയ്യിൽ ഒരു പാത്രവും പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ മനസ്സിലായി അതവൻ്റെ ഭാര്യയാണ്. ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്തിങ്ങനെ രണ്ടുപേരും കഴിക്കുകയാണ്. അവനിങ്ങനെ ഒരു ഉരുളയെടുത്ത് അവരുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ പെണ്ണറിയാതെ, അതായത് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന പെണ്ണറിയാതെ പറഞ്ഞു, എന്തൊരു സ്നേഹമാണല്ലേ. ഇവിടെയാണ് ബറക്കത്ത്. ഇതിന് സമ്പത്ത് ഒരുപാട് ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടോ ഒന്നും ബറക്കത്ത് ഉണ്ടാവില്ല. ബറക്കത്ത് സമ്പത്ത് ഉണ്ടായാലും സമ്പത്തില്ലെങ്കിലും അത് അള്ളാഹു തന്നെ തരണം. നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു പ്രാർത്ഥനയാണത്, ബാറക്കല്ലാഹു ലക്കുമ. പറയാറുണ്ടോ ആരെങ്കിലും? കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുന്നത്, എടീ ചോറെന്താണ്, ഫുഡ് എന്താണ്, ബിരിയാണിയാണോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാ, അതൊക്കെ പിന്നെ ചോദിക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല, ഒക്കെ ചോദിക്കാം നമുക്ക്. പക്ഷേ നേരെ നമ്മൾ ഈ വധൂവരന്മാർക്കൊരു പ്രാർത്ഥന എന്നോണം ആശംസ പറയലുണ്ട്. അല്ലെങ്കിൽ വധുവിനെയും വരനെയൊക്കെ ചോദിച്ചിട്ട് അടിപൊളിയാക്കണം എന്നൊക്കെ പറയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാറക്കല്ലാഹു പറയാൻ മറക്കരുത്. അത് സുന്നത്താണ്, അതൊരു ഇബാദത്താണ്, മുത്തുനബിയുടെ ചര്യയാണ്. ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ അല്ലാഹു ബൈനകുമ ഫി ഖൈർ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഉണ്ടാകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഉണ്ടാകലൊന്നുമല്ല, ഉള്ളതിൽ സമാധാനം ഉണ്ടാകലാണ്, അള്ളാഹു തരലാണ്. വിൽ സ്മിത്തിൻ്റെ ഒരു വാക്കില്ലേ, ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ, ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷത്തിലുള്ള ഒരു ആനന്ദമൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് സമാധാനം. യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ജീവിതമാണ്, കുറെ കാട്ടിക്കൂട്ടലുകളല്ല. കല്യാണം കഴിയുമ്പോൾ ട്രിപ്പുകളൊക്കെ നമ്മൾ പോകണം, ഭാര്യയായിട്ട് ട്രിപ്സൊക്കെ പോകണം, യാത്ര ചെയ്യണം, ആസ്വദിക്കണം, അത് മരിക്കുവോളം തുടരണം. അതായത് ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. ആദ്യം ഹണിമൂൺ പീരീഡാണ്, രണ്ടാമത്തേത് സ്ട്രഗ്ലിംഗ് പീരീഡാണ്, മൂന്നാമത്തേത് ഒരു ഫ്ലോ ആയിട്ട് അങ്ങ് പോകേണ്ട പീരീഡാണ്. ഈ ഹണിമൂൺ പീരീഡിൽ തെറ്റുകളൊന്നും തെറ്റായി പോലും നമുക്ക് തോന്നൂല. പക്ഷേ രണ്ടാമത്തെ സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ തെറ്റുകൾ തേടിപ്പിടിച്ച് യുദ്ധം ചെയ്യുന്ന കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു കോലത്തിൽ ഫ്ലോ ആയിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ മരിക്കുവോളം ശണ്ടയാണ്, സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ആ ഹണിമൂൺ പീരീഡ് മരിക്കുവോളം തുടർന്നാലോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലൈഫ് അവിടെ നിന്ന് വിവാഹം കഴിച്ചത് മുതൽ വഫാത്ത് വരെ ഹണിമൂണിലായിരുന്നു. എന്തൊരു ആസ്വാദ്യമായിരുന്നു അവിടുത്തെ ജീവിതം. പരസ്പരം മനസ്സിലാക്കി ഇണയും തുണയും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ചോദ്യം, എന്തുകൊണ്ടാണ്? വാട്ട്സ് റീസൺ? എന്താണ് കാരണം? അത് അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടായതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് അള്ളാഹിന്റെ ബറക്കത്തില്ലാതെ പോകുന്നു? അള്ളാഹുവിൻ്റെ ശരിയായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീനിലെ ഒരു ഇബാദത്തായ മുത്ത് റസൂലിന്റെ ശരിയായ കല്യാണത്തെ നമ്മൾ പേക്കൂത്താക്കി മാറ്റി, അള്ളാഹ് വെറുക്കുന്ന കാര്യമാക്കി മാറ്റി, അള്ളാഹിന്റെ ബറക്കത്ത് ഇറങ്ങുന്നതിനെ തടയുന്ന കാര്യമാക്കി മാറ്റി, മലക്കുകൾ ശപിക്കുന്ന കാര്യമാക്കി മാറ്റി. പിന്നെ എങ്ങനെയാണോ ആ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുക? ആദ്യത്തെ കുറച്ചാൾ ഹണിമൂൺ പീരീഡൊക്കെ അടിപൊളിയായിട്ട് തോന്നും. 1-2 കൊല്ലം കഴിയട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാണ് എൻ്റെ മുമ്പിൽ വന്ന കൗൺസിലിങ്ങിന് വന്ന ഒരുപാട് ആളുകളുടെ, മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതം തകരാനുണ്ടായ കാരണത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, അവരൊരിക്കലും ഇതിൽ തൗബ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തായ ഒരു ഇബാദത്തിനെ പേക്കൂത്താക്കി മലീമസമാക്കിയവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ഇത് മുസ്ലിം ഉമ്മത്ത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കൃത്യമായ ബോധവൽക്കരണം മഹല്ല് കൊടുക്കണം. മഹല്ല് കമ്മിറ്റി ശക്തമായിട്ട് പറയണം, ഇങ്ങനെ പേക്കൂത്തുകളുള്ള കല്യാണത്തിൽ ഞങ്ങൾ വരൂല. അതിനർത്ഥം നല്ല ഭക്ഷണം കൊടുക്കണ്ടെന്നൊന്നുമില്ല. അനാവശ്യ ആഡംബരങ്ങളൊക്കെ മാറ്റിവെക്കുക, നല്ല ഭക്ഷണം കൊടുക്കണം. VIP-കളെ നന്നായി സ്വീകരിക്കേണ്ടി വരും. എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്വീകരിക്കണം, എല്ലാവരെയും പരിഗണിക്കണം. പ്രത്യേകിച്ച് വിശിഷ്ട അതിഥികളൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്.
അതുപോലെ തന്നെ നല്ല ഭക്ഷണം, എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് കരുതിയിട്ട് വ്യത്യസ്തങ്ങളായ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഒന്നും വേസ്റ്റ് ആകരുത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും പൊങ്ങച്ചം കാണിക്കാൻ, കല്യാണം അടിപൊളിയാക്കാൻ, സൂപ്പറാക്കാൻ, 4 ആളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പേക്കൂത്താണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപമിറങ്ങുന്ന, മലക്കുകൾ ശപിക്കുന്ന കേന്ദ്രങ്ങളായി അത് മാറും. നിങ്ങളുടെ മക്കൾ, പ്രത്യേകിച്ച് വാപ്പായുമായി മനസ്സിലാക്കിക്കോ. എന്നോട് ഒരു വാപ്പ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരിക്കലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ കാരണം? ഉറക്കം വരുന്നാത്ത വേറൊന്നും ഉണ്ടല്ല, തൊട്ടപ്പുറത്തൊരു കല്യാണം നടക്കുക, ഭയങ്കര ഇടിയും ബഹളവും. വലിയ ഹാജിയാരാണ്, നേതാവാണ്, അവരുടെ കുടുംബത്തിലൊരാളുടെ കല്യാണം നടക്കണേ. അപ്പൊ കല്യാണ പേക്കൂത്ത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുമില്ല. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്ത് നടത്താൻ പറ്റുമോ? നിങ്ങളൊക്കെ അല്ലേ നാട്ടുകാർ ഉപദേശിച്ചുകൊണ്ട് നടക്കണതെന്ന് ചോദിച്ചപ്പോൾ പിള്ളേര് പറഞ്ഞാൽ കേൾക്കണ്ടേ. ഉടനെ ഞാൻ ചോദിച്ചത്, പിള്ളേര് നിങ്ങളുടെ തന്നെയല്ലേ? നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പാ? അതായത് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പാ? ഞാൻ വളർത്തിയെടുത്തു എന്ന പ്രശ്നമല്ലേ അത്? എന്നെ പിന്നെ എന്തിനു കൊള്ളാം? അപ്പോൾ ഈ കല്യാണ പേക്കൂത്തുകളൊക്കെ നടത്താൻ മക്കൾ മുമ്പിട്ടിറങ്ങുമ്പോൾ പറയണം, ഇത്തരം പേക്കൂത്തുകൾ വേണ്ട കേട്ടോ, എൻ്റെ കുട്ടികളുടെ ജീവിതം തകരും. നമ്മുടെ കൂട്ടുകാരിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, വേണ്ടാത്ത പരിപാടിക്കാൻ നിൽക്കരുത്, ഇത് അള്ളാഹിൻ്റെ ഇബാദത്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്, മുത്തുനബിയുടെ സുന്നത്താണ്, എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ കാണിച്ചു വെച്ച് എൻ്റെയും അവരുടെയും ജീവിതം തകരാൻ പാടില്ല എന്ന ബോധ്യം യുവാക്കളെ, യുവതികളെ നിങ്ങൾക്കൊക്കെ വേണം. നിങ്ങളെയൊക്കെ വീടുകളിൽ കല്യാണം നടക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കി എല്ലാവരും കൃത്യമായി ഈ വിഷയത്തിലൊരു ബോധവൽക്കരണം നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ കൊടുക്കുക. ഇനി ഇങ്ങനത്തെ പേക്കൂത്തുകൾക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ അറിഞ്ഞാൽ പോകാതിരിക്കുക, ഇനി എങ്ങാനും നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ വേഗം അവിടെ നിന്ന് തടിച്ചലാമത്താക്കുക. അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ചില വെല്ലുമ്മമാരുണ്ട്, മോനെ ഡാൻസ് കളിക്കടാ, ഡാൻസ് ഒന്നും ഇല്ലാണ്ട് എന്ത് കല്യാണം എന്നാണ് വെല്ലുമ്മമാരും എങ്ങനെ ചോദിച്ചു തുടങ്ങിയെന്നാണ്. അപ്പൊ മുസ്ലിം കല്യാണത്തിലെ ട്രെൻഡ് ഇതൊന്നുമല്ല. മുസ്ലിം കല്യാണത്തിലെ ട്രെൻഡ് എന്താണ്? അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാനാണ്. തുഹഫയിലൊരു ഹദീസ് കാണാമല്ലോ, കല്യാണം നിങ്ങൾ അറിയിക്കുക, ആ കല്യാണം നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുക. അതുപോലെ തന്നെ ദഫുമുട്ടലൊക്കെ സുന്നത്താണ്. കല്യാണത്തിന്റെ തലേന്നോ രാവിലെയൊക്കെ നല്ല ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുക, മുത്തുനബിയുടെ മദ്ഹുകൾ പാടുക, ദഫുകൾ മുട്ടുക, അങ്ങനെ സുന്നത്തുകൾ കൊണ്ട് അലങ്കൃതമാകട്ടെ, കല്യാണം മനോഹരാകട്ടെ. അതിലൂടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സമാധാനം അല്ലാഹു നിറച്ചു തരട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ജീവിതം ആശംസിച്ചുകൊണ്ട് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.